कैसी ये पल पल ये दिल घबराए, पल पल ये दिल शर्माए, कुछ कहता है और कुछ कर जाए, कैसी पहेली मोदिल मर जाना. കുരങ്ങൻ്റെ കൂടെ എഡിറ്റ് ചെയ്യാനല്ലോ കുരങ്ങൻ ഫോണുണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന ഷഫീദ്. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. കുറച്ച് രാവിലെ തന്നെ ഇറങ്ങി വെച്ച്, പക്ഷേ ഇറങ്ങി വരുമ്പോൾ ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതൊട്ടും തന്നെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ടൂറാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് കുറച്ച് മൈലേജ് ആണ്, എന്നാലേ നമ്മൾ ഫസ്റ്റ് ഈ സർവീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാനെന്തായാലും കോളേജിൽ പോയി വരുമ്പോൾ അത്ര കിലോമീറ്റർ ഒന്നും ആവില്ല. അപ്പോൾ ഷെഫിയായിട്ട് എവിടെയെങ്കിലും ഒന്ന് ദൂര സ്ഥലത്തേക്ക് പോയി വെച്ച് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതാണ്. അങ്ങനെതായി നമ്മൾ ഫസ്റ്റ് തന്നെ എന്നൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഷെഫിദ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ വയനാട് എത്തിയിട്ടുണ്ട്. വയനാട്ടിൽ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എന്നൂർ പോയായിരിച്ചു. കാരണം ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അങ്ങോട്ട് പോയായിരിച്ച്. ഷെഫിദ ടിക്കറ്റ് എടുക്കുന്നത്. ഷെഫിദ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ജീപ്പിലൊക്കെയാണ് പോകേണ്ടത്. നമ്മളെ വണ്ടിയായിട്ടൊന്നും പോകാൻ പറ്റില്ല, അങ്ങനത്തെ കണ്ടീഷൻസും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ജീപ്പിനായിട്ട് കാത്തിക്കാണ്. ഷെഫി ടിക്കറ്റ് എടുത്തിക്കണ്. ഇനി ജീപ്പിൽ കയറി അവിടെ എത്തണം. വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെ ഉണ്ടാവും നേരിട്ട് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആയിരിക്കും നമുക്ക് അടുത്തിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ എന്നൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാൻ ഏകദേശം ഒരു 2 കിലോമീറ്റർ എങ്ങാനും നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജീപ്പിൽ ഫ്രണ്ടിലിരിക്കണം. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇരുന്ന് ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ജീപ്പിൽ പോയിരിക്കുകയാണ്. കുറച്ച് പോകാണ്ട് കേട്ടോ എന്നൂരിലേക്ക്. നമ്മൾ താഴത്ത് നിന്ന് ജീപ്പ് വിളിച്ച എന്തോ ഒരു ഭാഗ്യം തന്നെ പറയാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ ഗൈസ് കാണാൻ. കാരണം നമ്മൾ പോയ സമയം നല്ല ടൈമായിരുന്നു. പിന്നെ അവിടുന്ന് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഈ ചിത്രം ഒക്കെ വരച്ച് വെച്ച് അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് കേട്ടോ നല്ല രസമുണ്ട് ഗൈസ് കാണാൻ തന്നെ. ഷെഫി എങ്ങനെയുണ്ട് പ്ലേസ്? മസ്റ്റ് വിസിറ്റ്. വേറെ എന്താ പറയണ്ട? അവിടെ സ്റ്റെപ്പ് ഉണ്ട് നോക്കേ. വാവ്, ഇവിടെ വീടെടുത്താലോ? അതാകുമ്പോൾ ഈ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞായാലും ഞാൻ താഴത്തുണ്ടാവൂലേ, തിരിയാൻ വരണ്ടല്ലോ, സുഖമാണ്. ആ കുന്നിൻ്റെ മേലെ വിചാരിക്കുന്ന ഷെഫി. അങ്ങനെ ഗൈസ് കുറച്ച് മുള കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ ഒരു റൂം. അത് പറയുമ്പോൾ നമ്മളെ കുടിലിൽ പാട്ടും മേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുള്ള അവിടുത്തെ ആൾക്കാർ തന്നെ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞ് പിന്നെ ഓരോ കുടിലും എങ്ങനെ ഉണ്ടെന്ന് പോയൊക്കെ വിചാരിച്ച്. അങ്ങനെ ഇതാണ് കേട്ടോ ഓരോ കുടിൽ എന്ന് പറയുമ്പോൾ ഓരോരോ നമ്മളിങ്ങനെ വീട് മാതിരി തന്നെ കാണുന്നത്. നല്ല സെറ്റ് സ്ഥലം കേട്ടോ, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള സ്ഥലം. അങ്ങനെ നല്ല വെയിലുണ്ട് ഗൈസ്. അവിടെ അങ്ങനെ ഞങ്ങൾ ഒരു കുടിലിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് വിചാരിക്കുന്നത് ഇനി അടുത്ത എന്താ പ്ലാന്, എങ്ങോട്ടെങ്കിലും പോയാൽ മതിയോ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് വിടാണ് ഗൈസ്. എങ്ങോട്ടാണെന്നല്ലേ, പക്ഷെ എടുത്ത് പറയേണ്ടതുണ്ട് ഗൈസ്. ഇവിടേക്ക് പോകുന്ന സ്ഥലം അടിപൊളിയാണ് കേട്ടോ, നല്ല വ്യൂവും കാര്യമൊക്കെ. പക്ഷെ ഈ റോട്ടിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു മനുഷ്യന്മാരില്ല. എനിക്കെന്താ പേടിയെന്ന് വെച്ചാൽ ഞാനെങ്ങാനും വഴി തെറ്റി പോകുമെന്നാണ്. സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേരെന്താ വെച്ചാൽ ചെമ്പ്ര എന്നാണ്. അടിപൊളി സ്ഥലം, നല്ല വ്യൂവും കാര്യങ്ങളെ സെറ്റ് സ്ഥലം. എല്ലാവരും വരണം. പക്ഷെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ച് ടീംസൊക്കെ ആയിട്ട് വരുമ്പോൾ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് വരുന്നവരൊക്കെ ആകുമ്പോൾ നല്ല പേടിയും കാര്യങ്ങളൊക്കെ വരും. കാരണം വണ്ടിയോ ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല, നമുക്ക് തന്നെ പേടി വരും. ജസ്റ്റ് ഞങ്ങളൊരു റൂട്ട് മാപ്പ് ഇട്ട് അങ്ങനെ വന്ന്. പിന്നെ മിലിറ്ററിക്കാരും ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഹൈ സെക്യൂരിറ്റിയാണ്, അതുകൊണ്ട് സീനില്ല. പിന്നെ വരുമ്പോൾ എത്ര 50 അങ്ങനെയാണ് ചാർജ് വരുന്നത്. രണ്ടാക്കാകുമ്പോൾ 100 സംതിങ് വരും. പിന്നെ മിലിറ്ററിക്കാരുണ്ട്, അത് അവരുടെ അടുത്ത് നിന്ന് പാസ് വാങ്ങുക. ആ പാസ് വാങ്ങിയിട്ട്
വീണ്ടും 3 കിലോമീറ്റർ വരാനുണ്ട്. എന്നിട്ട് വേറെ മിലിറ്ററിക്കാരെ ഇതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാവുക, കൺട്രോളിലാണ് ഉണ്ടാവുക. എന്നാലും സീനില്ല, അടിപൊളി പ്ലേസ്. എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് പേടിയാവും ഒറ്റയ്ക്ക് വരുമ്പോൾ. പിന്നെ ഇതാ ഞാൻ പോലീസിനെ കാണിച്ചുതരാം. ഇവിടെ ഏത് സമയവും പോലീസ്, അങ്ങനെ ഓവർ ആൾക്കാരൊന്നുമില്ല. നമുക്കെന്തായാലും പേടിയാവും, എന്നാലും ഞങ്ങൾക്ക് പിന്നെ ധൈര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ ഷെഫിയ? ഷെഫി എങ്ങനെയുണ്ട് പ്ലേസ്? പറയും. അടിപൊളിയാണ്, എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ടതാണ്. വേറെ എന്തെങ്കിലും പറയും ഷെഫി, എന്റെ ഗേൾസിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. പക്ഷെ വരുമ്പോ പേടിയാവൂലേ നമുക്ക്? ചെറുങ്ങനെ പേടിക്കാനില്ല, പക്ഷെ ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത ഒരു ഏരിയ. എനിക്ക് പേടി എന്തെങ്കിലും അറിയാം, ഫോറസ്റ്റ് ഏരിയ. എനിക്ക് പേടി എന്തെങ്കിലും അറിയാം, കടുവോ ആനയോ പെട്ടെന്ന് മുമ്പിലേക്ക് വന്നാലോ? ആ ഒരു ടെൻഷനേ ഉള്ളൂ. ഇനി അത് ചെറിയൊരു ടെൻഷനല്ലേ ഉള്ളൂ അല്ലേ? നല്ല പ്ലേസ്, പക്ഷെ ആരുമില്ല. അങ്ങനെ ഗൈസ് അവിടെ എത്തിയിട്ടുള്ള വ്യൂവും കാര്യങ്ങളാട്ടോ ഇത് കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ അവിടേക്കുള്ള ഇതാണ്. പക്ഷെ ഞങ്ങൾ എത്തുമ്പോഴേക്കും ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് ഒരു മേലോട്ട് സ്റ്റെപ്പ് കയറി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞ് തിരിച്ച് ഇതാ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോവാണ്. നമ്മളെ വണ്ടി റോട്ടുമ്മലാണല്ലോ പാർക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ ട്രെക്കിംഗ് ഉണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് വരാൻ കഴിഞ്ഞില്ല. നമ്മൾ വരുമ്പോഴേക്കും 1 മണി ആയിട്ടുണ്ട്. ഇവിടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണി മുതൽ 12 മണി വരെയാണ്. ഞങ്ങളെത്താൻ ഏകദേശം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ട്രെക്കിങ്ങിൽ പോയി അതിൽ നമുക്ക് ആ ലേക്ക് കാണുന്നില്ലേ? ഇവിടം വരെ വന്നതുകൊണ്ടൊരു പ്രയോജനമൊന്നുമില്ല. അതന്നെ വരുന്ന വഴിക്കുള്ള ആ വ്യൂവും കാര്യമുള്ളൂ. പിന്നെ ആ വരുന്ന വഴി നമുക്ക് നല്ല പേടിയുള്ളൊരു സ്ഥലം, പിന്നെ തോനെ നടക്കാണ്ട്. പിന്നെ ട്രെക്കിങ്ങിനൊക്കെ പോയാലേ കാര്യമുള്ളൂ. പക്ഷെ ട്രെക്കിങ് ടൈം ലേറ്റ് ആയതുകൊണ്ട് അത് ക്ലോസ് ആക്കി എന്നാണ് പറയുന്നത്. പിന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് ട്രെക്കിങ്ങിന്, ഏകദേശം 4000 സംതിങ് തന്നെ ട്രെക്കിങ്ങിന് വരുന്നുണ്ടെങ്കിൽ നടന്നിട്ട് എമൗണ്ട് അതാ അവർ പറഞ്ഞത്. ട്രെക്കിങ്ങിന് 4000 ഓരോരുത്തരെ ബേസ് ചെയ്തിട്ടാണ്, അഡൾട്ട് ചിൽഡ്രൻസ് അങ്ങനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാലേ ഉള്ളൂ, അവിടെ എത്തിയാലേ ഉള്ളൂ ആ ഒരു ലവിൻ്റെ സിമ്പിളുള്ള ആ ലേക്കൊക്കെ കാണാൻ കഴിയാം. പക്ഷെ 4000 സംഭവം ഉണ്ടോ? 4000 പോയിട്ട് ഒന്നും സംഭവമൊന്നുമില്ല. അത് വെറുതെ പോവാ 4000 ഒക്കെ കൊടുത്തിട്ട്. പക്ഷെ നല്ല വ്യൂ. പക്ഷെ 4000-നുള്ളൊന്നുമില്ല ഇവിടെ. പക്ഷെ ട്രെക്കിങ് അടിപൊളിയായിരിക്കും. പിന്നെ അവിടുത്തെ വ്യൂ പോയിന്റ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഗൈസ്. നല്ല വ്യൂ കേട്ടോ. ഇനി അടുത്തത് നമ്മളെങ്ങോട്ടാ പോകുന്ന ഷെഫി? സൂചിപ്പാറ വാട്ടർഫോൾസ് പോവാണ്. ഞാനൊരു പ്രാവശ്യം പോയപ്പോൾ വെള്ളമില്ലായിരുന്നിട്ട് തിരിച്ച് വന്ന ടീമേനു. ഇനി ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും അറിയില്ല. എന്തായാലും മഴക്കാലമൊക്കെ അല്ലേ, സെറ്റാകുമായിരിക്കും. ഷെഫി ബൈ ബൈ. ഇനി നമുക്ക് സൂചിപ്പാറ കാണാം. ഈ ഫുഡ് എന്തേ വാങ്ങിക്കൊണ്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് സൂചിപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ സൂചിപ്പാറയിലേക്കുള്ള എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്. അങ്ങനെ കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ 2 പേരും അങ്ങനെ നടക്കുകയാണ്. പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ തോനെ നടന്നിട്ട് സ്ഥലങ്ങൾ കാണാനും ഒക്കെ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടേ നടക്കാനുണ്ട് ഗൈസ്. നടന്ന് ക്ഷീണിച്ച് ഞാനും ഷെഫി അടക്ക് എങ്ങനെയുണ്ട് പറയൂ? എത്തിയിട്ടില്ല. നടന്ന് ക്ഷീണിച്ചിട്ടോ. ഞങ്ങൾ ഇന്ന് പോയ സ്ഥലത്ത് മിക്ക സ്ഥലത്തും തോനെ നടക്കാനുണ്ട്. അതേമാതിരി തന്നെ ഒരു മനുഷ്യന്മാരും ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് എല്ലായിടത്തും പോയത്. ഒരു മനുഷ്യന്മാർ മുമ്പിലോ ബാക്കിലോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒറ്റപ്പെട്ട്
കുരങ്ങന്മാരുണ്ട് കേട്ടോ. എന്നാലും നമ്മളടുത്തിട്ട് ഒരു ഫോട്ടോ കുരങ്ങൻ്റെ കൂടെ എഡിറ്റ് ചെയ്യാനല്ലോ കുരങ്ങൻ ഫോണുണ്ടാവും, ഞാൻ പോക്കറ്റിട്ടാവും. അപ്പം നമുക്ക് അടുത്തിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിരിക്കുക. അപ്പോൾ അവിടേക്ക് ഫസ്റ്റ് നമ്മൾ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങാണ്ട് അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇതാ നമ്മളെ വാട്ടർഫോൾസ് ഇതാണ്. നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സെറ്റ് ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്ന സമയത്ത് ആരുമില്ലായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കപ്പിൾസ് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇതാ ഷെഫി ഞാനുള്ള ഫോട്ടോസ് എടുക്കുക. പിന്നെ എന്താ ചെയ്യുക, ഓരോരുത്തർ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഞാനിതാ തിരിഞ്ഞിട്ടുള്ള വീഡിയോസ് എടുക്കുക പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കണ്ട് കഴിഞ്ഞ് തിരിച്ച് ചായ കുടിക്കാൻ വിചാരിച്ച്. ചായ കുടിക്കുന്ന സമയത്ത് ഞാനൊരു ബോണ്ടയും ഷെഫി അതേമാതിരി പൊക്കുവടിയും വാങ്ങി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളൊരു വയനാട് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.